ഹലോ, ഞാൻ രമാഫായി, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ജെസീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത വിജയൻ സാറിൻ്റെ വിദേശ പഴത്തോട്ടത്തിലെ കാഴ്ചകളാണ്. നമുക്കവ കാണാം. ഇത് N18 വിഭാഗത്തിൽപ്പെട്ട ചുവന്ന പഴമാണ്. ഇതിൻ്റെ തോട് പൊളിച്ച ശേഷം പഴം വിത്തിൽ നിന്ന് പഴം അടർത്തി എടുക്കാവുന്ന വിഭാഗമാണ്. ഇത് 18 പഴങ്ങൾ ചേരുമ്പോൾ 1 കിലോ വരും. അതുകൊണ്ടാണ് ഇതിന് N18 എന്ന പേര് വന്നത്. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാർ റിട്ടയർ ചെയ്തിട്ട് ഇത് എന്നാണ് ഈ കൃഷിയിലോട്ട് തുടങ്ങിയത്? റിട്ടയർമെന്റ് എന്നൊരു സംഭവം ഇല്ലല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. റിട്ടയർ അല്ല, ഞാനിങ്ങനെ പല സ്ഥലത്തും ജോലിയായിരുന്നു. പിന്നെ ഇത് സീരിയസ് ആയിട്ട് ഫാമിങ്ങിൽ വന്നത് 2016-ലാണ്. 2016 അതിന് മുമ്പ് 2007 നമ്മൾ പ്രൊഫഷണൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി തുടങ്ങി. പിന്നെ അത് 2016 വരെ വൈഫാണ് മാനേജ് ചെയ്തത്. അപ്പം ഞാൻ വേറെ ജോലിയിലായിരുന്നു. പിന്നെ 2016 ആയപ്പം പുള്ളിക്കാരത്തെ കൊണ്ട് മാത്രം പറ്റാതെ വന്നപ്പം ഞാനും ഫുൾ ടൈം ഇതിലേക്ക് വന്നു. സാറ് ഇതിൽ സംതൃപ്തനാണോ? ആണല്ലോ, അതുകൊണ്ടാണ് കാരണം ഫുൾ ടൈം ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണല്ലോ സന്തോഷം. അപ്പോൾ നമുക്ക് പിന്നെ മിലിറ്ററിയിൽ ജോലിയോടൊപ്പം അതുപോലെ തന്നെ സന്തോഷം തരുന്നൊരു ജോലിയാണ്, അതിനേക്കാൾ ഉപരി അല്ലേ സാർ? നേവിയൊക്കെ ഞാൻ വിട്ടിട്ട് തന്നെ ഒരു ദശാബ്ദം കഴിഞ്ഞു. ദശാബ്ദം എന്ന് പറഞ്ഞാൽ ദശാബ്ദമല്ലോ, 4 ദശാബ്ദം. ഞാൻ 1980 നേവി വിട്ടു. സാർ ഏതൊക്കെ വിഭാഗത്തിലുള്ള ഫ്രൂട്ട്സ് ആണ് സാർ നട്ടത്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്ന് മെയിനായിട്ട് എൻ്റെത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. പിന്നെ റംബുട്ടാനുണ്ട്, മാംഗോസ്റ്റും കുറച്ചുണ്ട്, അബിയും ഉണ്ട്. അതാണ് മെയിനായിട്ട് ചെയ്യുന്ന 4 വിളവുകൾ ഇതാ ചെയ്യുന്നത്. പിന്നെ വാഴ അങ്ങനെയുള്ള. വാനിലയുടെ കൃഷി സാർ? വാനില കൃഷിയായിട്ട് ചെയ്യുന്നില്ല, അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉദ്ദേശിച്ചു. നമുക്ക് ഇവയൊക്കെ ഒന്ന് കാണാം, പ്രേക്ഷകർക്ക് ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ സാർ? ഇതാണ് റംബുട്ടാൻ. റംബുട്ടാൻ്റെ ഹാർവെസ്റ്റിംഗ് ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ്. അബിയുമാണ്. ഇതൊരു അടുത്ത കാലത്ത് റീസെന്റ് എൻട്രി ടു ഫ്രൂട്ട് കൾട്ടിവേഷൻ. അടുത്ത കാലത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയതാണ്. ഒരു 5-6 വർഷമൊക്കെ ഉള്ളൂ കേരളത്തിൽ വന്നിട്ട് തന്നെ. കേരളത്തിലെ കാലാവസ്ഥ മൊട്ട് വന്നിട്ടുണ്ടല്ലോ സാർ, അതിന്റെ പഴം എന്നാണ് കിട്ടുന്നത്? പഴം ഇത് ഒക്ടോബർ നവംബറിലാണ് ഫ്രൂട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ പഴം തീരുമ്പോൾ അബിയുടെ സീസൺ ആകും അല്ലേ സാർ? ഡ്രാഗൺ കഴിയുമ്പോൾ അബിയുടെ സീസൺ. സാറേ, ഇത് ഈ അബിയു ഒരു വർഷത്തിൽ എത്ര മാസം വരെ നമുക്ക് വിളവ് കിട്ടും? ഇതിപ്പോൾ ഇപ്പോൾ ഫ്ലവറിങ് തുടങ്ങിയാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലൊക്കെ പഴം കാണും. കാരണം ഇത് പലതരം വെറൈറ്റിയാണ്. ആ വെറൈറ്റി നമുക്ക് പറയാൻ പറ്റില്ല, ഏതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ വിത്തിട്ട് പഠിപ്പിക്കുന്ന തൈകളാണ്, ബഡല്ല. അപ്പോൾ എത്ര വർഷമായപ്പോൾ നമുക്ക് പഴം കിട്ടി തുടങ്ങി? 2 വർഷം ആകുമ്പോൾ പോകും. 3-ാം വർഷം മുതൽ വിളവ് കിട്ടും. കിലോ എങ്ങനെ വില വിപണിയിലുണ്ട് സാർ? കഴിഞ്ഞ വർഷം 150-200 രൂപ വിലയുണ്ട്. സാറേ, ഇത് ഏത് പഴച്ചെടിയാണ് സാർ? ഇത് ജബോട്ടിക്കാവ അല്ലെങ്കിൽ മരമുന്തിരി എന്ന് പറയും. മുന്തിരി പോലത്തെ ടേസ്റ്റ് ആണ്. അതായത് ഈ തണ്ടിലാണ് കായ്ക്കുന്നത്. പക്ഷെ ഇത് എത്രത്തോളം കൊമേഴ്സ്യലി വയബിൾ ആണെന്നുള്ളത് പിന്നീട് അറിയാം. അതെ. ഇത് വെച്ചിട്ട് എത്ര നാളായി സാർ? ഇത് 2-3 വർഷമായി ആയിട്ടുണ്ട്. ഇതിനോട് വെച്ചാൽ അബിയു കഴിഞ്ഞ വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങി. ഓക്കെ സാർ. ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ പറയും പിന്നെ പുളിഞ്ചി, മധുരപ്പുളിഞ്ചി എന്ന് പറയും. പക്ഷേ അത് അങ്ങനെ പറയുന്ന വെറൈറ്റി ഉണ്ട്, അത് കൂടെ പുളി കൂടുതലാണ്. ഇത് സ്വീറ്റ് കാരംപുള എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ്. ഇത് വർഷത്തിൽ എത്ര തവണ ഇത് പഴം തരും സാറേ? ഇത് മിക്കവാറും ഒരു 4-5 തവണയെങ്കിലും കഴിയും. 4-5 തവണ ഒരു വർഷത്തിൽ. പഴം എടുത്ത് കഴിഞ്ഞേ ഉള്ളൂ, അടുത്ത പൂവായി. പഴം വിപണന സാധ്യത ഉള്ളതാണോ സാർ? ചില സൂപ്പർ മാർക്കറ്റുകൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊമേഴ്സ്യലായിട്ട് നമുക്ക് കുറച്ചൊക്കെ വേണേൽ ചെയ്യാം. ഒരുപാടൊന്നും ചെയ്താൽ അത്രയും ഡിമാൻഡില്ല. ഇതിനകത്ത് കൂടുതലും തിലാപ്പിയാണ്, നട്ടറും കാണണം. തിലാപ്പിയാണ് മെയിനായിട്ടുള്ളത്. ഇത് വിപണന സാധ്യത കുറവാണ്. പിന്നെ എൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ
ഈ റംബുട്ടാനൊക്കെ പൂക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമുണ്ടല്ലോ. ഈ കുളത്തിലെ വെള്ളം അടിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ ഒരു വളവും കൊടുക്കണ്ടേ? ഓ, മനസ്സിലായി. കംപ്ലീറ്റ് നാച്ചുറൽ വെള്ളം ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റംബുട്ടാൻ പിന്നെ തിരുവനന്തപുരത്ത് മൊത്തം എല്ലായിടത്തും വൈശാഖാടിൻ്റെ റംബുട്ടാൻ ഫേമസ് ആണ്. സപ്പോട്ട ക്രിക്കറ്റ് ബോൾ ടൈപ്പ് ആണ്. ക്രിക്കറ്റ് ബോൾ വേറെ നല്ല വെറൈറ്റിയാണ്. ക്രിക്കറ്റ് ബോൾ സൈസ് പോലെ തന്നെ ഉണ്ട്, ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ്. ഇത് കിലോ എങ്ങനെ വില പോകുന്നുണ്ട് സാറേ? ഇതിനെ മിക്കവാറും ഇതിന്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ മിക്കവാറും കിളികളൊക്കെ റംബുട്ടാനിൽ പോകാതെ ഇതിലേക്ക് പോകും. മനസ്സിലായി. അപ്പൊ ഇത് റംബുട്ടാൻ റംബുട്ടാൻ നമുക്ക് സേഫ് ആക്കാൻ വേണ്ടിയാണ്. ഇത് ഏത് എന്താ? ഇത് സ്വീറ്റ് സാന്തോൾ എന്ന് പറയും. സ്വീറ്റ് സാന്തോൾ. ഒരുപാട് കായ്ക്കുന്നൊക്കെയാണ് പറയുന്നത്. ഫിലിപ്പൈൻസിൽ നിന്ന് വന്നൊരു ചെടിയാണ്. ഇത് കാവേരി വിഭാഗത്തിലുള്ള ഒരു പഴമാണ്. അത് ഷുഗർ കണ്ടന്റ് തുലം കുറവാണ്. അതുകൊണ്ട് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കഴിക്കാവുന്നത് ഒരു പഴമാണ്. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു പ്രത്യേക പഴമാണ്. ഈ മരത്തിൻ്റെ തടിയിലും മൂട്ടിലുമാണ് കായ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മൂട്ടിപ്പഴം എന്ന് പറയുന്നത്. മൂട്ടിപ്പഴം, മൂട്ടിൽ പഴം. അതാണ് മൂട്ടിപ്പഴം. ഇതാണ് മാംഗോസ്റ്റീൻ. ഇതിന്റെ സീസൺ എപ്പോഴാണ് സാറേ? പിന്നെ മെയ് ജൂൺ ജൂലൈയിലാണ് കായ്ക്കുന്നത്. ഇത് വിപണന സാധ്യതയുള്ള പഴമാണ്. 500 രൂപ ഒരു കിലോയ്ക്ക് കിട്ടി. അപ്പൊ എല്ലാവർക്കും നടാവുന്ന ഒരു ചെടിയാണ് മാംഗോസ്റ്റീൻ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളം ആദ്യം പിന്നെ വെയിൽ കൂടി സ്ഥലത്ത് വളരും. ഇത് റംബുട്ടാന്റെ മറ്റൊരു വെറൈറ്റിയാണ് പുലാസാൻ. ഇതൊരു ബ്രൗൺ നിറമായിരിക്കും പഴം. ഇത്രയും പഴക്കൃഷികൾക്കിടയിൽ 1 ഇഞ്ച് സ്ഥലം പാഴാക്കാതെ സാറ് കുരുമുളകാടി ഒളിയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇതാണ് ദുര്യൻ പഴച്ചെടി. മോന്റെ പേര് ആര്യൻ. വെരി ഗുഡ്. ഒരു കാലത്ത് കേരളത്തിൽ ഹരമായി കൃഷി ചെയ്തിരുന്ന വാനില തോട്ടമാണിത്. പാഷൻ ഫ്രൂട്ട് ഏത് നിറത്തിലുള്ളതാ മക്കളെ? ഇത് പഴുത്ത് വരുമ്പോ ഒരു ബ്രൗൺ നിറമായി. അപ്പൊ അതാണ്ട് പഴുത്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ നിറമാവും അല്ലേ? ഇതിന്റെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് കോൺസെൻട്രേറ്റ് ഉണ്ട്. ഇത് കൊണ്ട് നമ്മള് ബോട്ട് അപ്പുറത്ത് ബോട്ടില് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വിപണന സാധ്യത കൂടി മോൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് പാഷൻ ഫ്രൂട്ട് വെച്ച് ജ്യൂസ് ഉണ്ടാക്കി ഇവിടെ കൊടുക്കുന്നുണ്ട്. മോനെ, ഇത് എന്തൊരു ചെടിയാ മക്കളെ? ഇതിന്റെ പേരാണ് ചങ്ങലം വരണ്ട. ഇതിന്റെ അത് കൈ ഒടിയുമ്പോ വേദന പോകാൻ വേണ്ടിയിട്ടാണ് ഇത് കയ്യിലൊക്കെ മുറിവ് പറ്റുമ്പോൾ വേദനയ്ക്ക് വേണ്ടിയിട്ട്, വേദന മാറാൻ വേണ്ടി തേക്കാം അല്ലേ? ചങ്ങനം വരണ്ടയാണ് ഇത്. വിപണിയിൽ നല്ല വിലയുള്ള ജാതിക്കയാണ് ഇത്. ഇത് മറ്റൊരു മീൻ കുളമാണ്. ഇവിടെ ഏതൊക്കെ വെറൈറ്റിയിലാണ് മക്കളെ കൃഷി ചെയ്തിരിക്കുന്ന മീൻ? ഇവിടെ നട്ടറുണ്ട്, തിലാപ്പിയ ഉണ്ട്, കട്ട്ല ഉണ്ട്. 3 വെറൈറ്റി ഉണ്ട്. ഇതാണ് ക്യാത്തി. ഇതാണ് മഞ്ഞ റംബുട്ടാൻ E35. ഇതിന് ചുമപ്പിനേക്കാൾ മധുരം അല്പം കൂടുതലായിരിക്കും. ഇതാണ് സാറിൻ്റെ ഫാമിലി, സാറിൻ്റെ വൈഫ് പേര്
ആ സാറിൻ്റെ വൈഫ് ശോഭന, ഇത് കൊച്ചുമോനാണ് നമ്മുടെ ആര്യൻ. എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഓക്കെ സാർ. ഓക്കെ മാഡം. ഇത്രയും വിശാലമായി വിദേശ പഴങ്ങൾ കൃഷി ചെയ്യുന്ന ഈ തോട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.